ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെ രാവിലെ മുതൽ അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഊണ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിഷൊക്കെ തയ്യാറാക്കുന്ന കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ടിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവാ ഈ പൂച്ചയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ ഈ പൂച്ച നമ്മുടെ വീട്ടിലെ പൂച്ചയല്ല, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് വിരുന്ന് വന്ന പൂച്ചയാണ് കേട്ടോ. വിരുന്ന് വന്ന പൂച്ച പിന്നെ ഇവിടെ അങ്ങ് സ്ഥിരമായി. ഇപ്പോൾ ഇവിടുത്തെ പൂച്ചയായിട്ട് അങ്ങ് മാറിയേക്കുവാണ്. പക്ഷേ എങ്കിലും ഉടമസ്ഥാവകാശം നമുക്കില്ല. എന്നാലും വല്ലപ്പോഴും കയറി വന്ന് സ്വന്തം വീട് പോലെയാണ് കേട്ടോ കയറി കിടന്നുറങ്ങുന്നത്. അപ്പോൾ മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല സൂപ്പർ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ മഴയൊക്കെ നോക്കിയിരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് പോകണം. കാര്യം രാവിലെ കാപ്പിയൊക്കെ തയ്യാറാക്കണം. രാവിലെ ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഇപ്പോൾ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇവിടുത്തെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ്. പൂരി നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പൂരിക്ക് മയം വരുന്നതിനും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയോടും ടേസ്റ്റിയോടും കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി പറഞ്ഞു തരട്ടെ. എന്താണെന്നോ, നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ, ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂരിക്ക് നല്ല മയവും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ പൂരിയിൽ പെട്ടെന്ന് എണ്ണ പിടിക്കത്തുമില്ല. അതല്ല എങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഇത്രയും സാധനങ്ങളില്ല എങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസ് പാലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ പാം ഓയിലും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പൂരി കിട്ടുന്നതാണ്. ഇനി നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം. അപ്പം പൂരിക്ക് ഉള്ള കറിയാണെടുത്ത് നമ്മൾ തയ്യാറാക്കുന്നത്. പൂരിക്ക് സാധാരണ കിഴങ്ങ് കറി അല്ലെങ്കിൽ ഒരു ഉള്ളിക്കറി, ഇങ്ങനെയാണെങ്കിലോ നമ്മൾ സാധാരണ പൂരി മസാല അങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിനകത്തേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ തോരൻ പരിപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇപ്പം തോരൻ പരിപ്പില്ല എങ്കിൽ കടുകോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നതിന് പകരം ഈ തോരൻ പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ അല്ലെങ്കിൽ പയറിൻ്റെ പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പ്രോട്ടീനാണ്. അപ്പോൾ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ തോരൻ പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 2 വലിയ ക്യാരറ്റും അതുപോലെ തന്നെ 3 സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 5 പേർക്കുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര മാത്രം എടുത്താൽ മതി. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ കൊടുക്കാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ക്യാരറ്റ് സാധാരണ വിഴുക്കോട്ടി വെച്ചാലോ തോരൻ വെച്ചാലോ ഒന്നും കഴിക്കത്തില്ല ഇല്ലേ? പക്ഷേ ആ സമയത്ത് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കൂ, അവർ കഴിക്കും. ഇതിൽ തോരൻ പരിപ്പായാലും അതുപോലെ തന്നെ ക്യാരറ്റ് ആയാലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ നൽകുന്ന, വൈറ്റമിനൊക്കെ നൽകുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് അധികം എരിവിന് പച്ചമുളകോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഫസ്റ്റിൽ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ പശുവിൻ പാലാണ്. കാര്യം പശുവിൻ പാല് നല്ലൊരു പ്രോട്ടീൻ അടങ്ങുന്ന ഒരു പാനീയമാണ്, നിങ്ങൾക്കറിയാം. അപ്പം അതിൽ കിടന്ന് ഇത് നല്ല രീതിയിലൊന്ന് വേവട്ടെ. ഇപ്പോൾ അതാ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കി കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചിരട്ടയുടെ ഒരു പകുതി ഭാഗത്തോളം തേങ്ങയും അതുപോലെ തന്നെ അതിനകത്തേക്ക് 1 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ 3-4 കാന്താരി മുളക് കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളക് അറിയാലോ നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വെളുത്തുള്ളി കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഇഞ്ചിയൊക്കെ നല്ലൊരു വൈറ്റമിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് അരച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണോളം മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അത്യാവശ്യം എരി വേണമെങ്കിൽ നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച്
കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. കാര്യം ചിലർക്ക് എരി നിർബന്ധമാണ്, അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ അധികം എരി ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തു കൊടുക്കൂ, ഉറപ്പായിട്ടും അവർ കഴിക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട പുഴുങ്ങിയത് അറിയാമല്ലോ, അതിൻ്റെ ഒരു കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് മുട്ടയുടെ വെള്ളയിൽ. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നല്ല രീതിയിൽ അടച്ചു വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ലതാട്ടോ ഈ കറിയൊന്ന് നല്ല രീതിയിലൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് മുട്ടയൊക്കെ അരിക്കണം, നല്ല രീതിയിൽ ഒന്ന് ഉപ്പൊക്കെ പിടിക്കണം. അപ്പോൾ ആ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പം പൂരിക്ക് കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോണത് പൂരിയാണ്. പൂരിക്ക് നേരത്തെ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പൂരിയും തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അതൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതിനൊന്നും കുഴപ്പമില്ല, നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അത് ഉപയോഗിക്കാമെങ്കിൽ അത് കഴിഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് പാം ഓയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ അടിപൊളി പൂരിയും തയ്യാറാക്കുന്നുണ്ട്. ഒരു വശം നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതിലധികം എണ്ണയും പിടിക്കത്തില്ല, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എണ്ണ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യത്തെ പൂരി ഞാൻ എണ്ണ നല്ല രീതിയിൽ തിളയ്ക്കുന്ന മുമ്പ് ഇട്ടത് കൊണ്ടാണ് അധികം അങ്ങോട്ട് പൊങ്ങി വരാത്തത്. ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ തിളച്ച് വന്നുകൊണ്ട് ആ പൂരി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കറിയും അതോടൊപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ, നല്ല കുറുകുറ എന്നുള്ള കറിയാണ് ഇഷ്ടം, അപ്പം കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ. അപ്പോൾ ഇനി ഒരു വശം വെന്തിട്ടുണ്ട്, ഇനി അടുത്ത വശം ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പൂരിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള 5-6 പേർക്ക് കഴിക്കാനുള്ളതില്ലേ, അപ്പോൾ അതിനിട്ടിട്ടുള്ള പൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കറിയും ഇങ്ങനെ പൂരിയൊക്കെ ഒന്ന് തയ്യാറാക്കി കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പൂരിയും കറിയൊക്കെ കൊടുത്തിട്ട് അടുത്തത് എൻ്റെ ഊഴമാണ്. അപ്പം ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. നല്ല ചൂട് കറിയും നല്ല പൂരിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കണം, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഞാൻ തിന്നാനായിട്ട് തുടങ്ങണം. കണ്ടില്ലേ, പിച്ചമ്മ തന്നെ പെട്ടെന്നാട്ടോ ഇളവി വരുന്നത്, അത്രയ്ക്ക് നല്ല ഇതാണ് കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അത് കണക്കിന് ഈ ഡിഷ് തയ്യാറാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടി തോരൻ തയ്യാറാക്കാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ആരും തയ്യാറാക്കാത്ത രീതിയിലാണ് കേട്ടോ ഞാനിന്ന് തോരനും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകിന് പകരം, ഞാൻ കടുക് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. കടുകിന് പകരം ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് നല്ലതാണ്, ഞാൻ പറഞ്ഞില്ലേ, ഉഴുന്ന് അല്ലെങ്കിൽ തോരൻ പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരട്ടെ, അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമ്മൾ വറ്റൽമുളക് അതുപോലെ തന്നെ സവാള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പയറാണ് ചേർത്ത് കൊടുക്കുന്നത്. പയർ വേവിച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഉപ്പി വയ്ക്കാം. ഒരുപാട് ഇളക്കണ്ട കേട്ടോ, കാര്യം പയറല്ലേ, പയർ ആയതുകൊണ്ട് തന്നെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ഇളക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തേങ്ങ, അതുപോലെ തന്നെ കാന്താരി മുളക്, വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിതിന് അരപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആവിയിൽ ഒന്ന് പയർ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ പയറെന്ന പ്രോട്ടീൻ അടങ്ങിയ ധാന്യം നമ്മൾ ആദ്യം ചേർത്തത്. അതിനുശേഷം നമ്മൾ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അറിയാമല്ലോ, നമ്മുടെ HB രക്തത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്ത് നല്ല രീതിയിലുള്ള വൈറ്റമിൻസും പ്രോട്ടീനും അടങ്ങിയ ആഹാരം ചെല്ലുകയും ചെയ്യും. അപ്പോൾ മുരിങ്ങയില നല്ല രീതിയിൽ ആവിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം പതുക്കെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാര്യം പെട്ടെന്ന് കുഴകുഴാന്നായി പോകും നമ്മൾ ഇളക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ് നമുക്കിന്ന് ഉച്ച സ്പെഷ്യൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് മീൻകറിയും ഈ ഒരു തോരനും ഒക്കെയാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, അതോടൊപ്പം എൻ്റെ വീഡിയോയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.